ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് സ്പെറിക്കൽ പെർ ഗിയറിന്റെ ഒരു പാർട്ട് 1 ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ പാർട്ട്. ഇന്ന് നമുക്ക് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫ്ലവർ പോലെ ഉണ്ടാവും. ഇതിൽ നമുക്ക് ഗിയർ പാത്ത് പോലെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് ന്യൂ. ആദ്യം നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് 2 സെൻറ്റർ ലൈൻ വരയ്ക്കാം. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഹൊറിസോണ്ടൽ സെലക്ട് ദെൻ ലൈൻ വരയ്ക്കാം. ഓക്കെ, ദെൻ റിട്ടേൺ വന്നിട്ട് ഒരു ആംഗിളായിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഈ പോയിന്റ് സെലക്ട് ചെയ്യാം. ഈ കോർണർ പോയിന്റ് സെലക്ട് ചെയ്യാം. മെർജ് സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 20 mm ടാൻജന്റ് റിലേഷൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ 2 പോയിന്റും സെലക്ട് ചെയ്യാം. മെർജ് സ്മാർട്ട് ഡയമെൻഷൻ വീണ്ടും എടുക്കാം. ആർക്കിന്റെ ഡയമീറ്റർ 65 mm, റേഡിയസ് 65 mm. ഈ 2 പോയിന്റ് സെലക്ട് ചെയ്യാം. പോയിന്റ് സെലക്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ. ഓക്കെ, ഓഫ്സെറ്റ് റിലേഷൻ 10 mm. ഓക്കെ, അഗൈൻ ലൈൻ ചൂസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. സെന്റർ ടു സെന്റർ സെലക്ട്. അഗൈൻ സെന്റർ ടു ഈ ലൈൻ ടു ക്ലോസ് ചെയ്യാം. നേരെ നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. റിവോൾവ് ബോസ് ബേസ്, റിവോൾവ് അബൌട്ട് സെന്റർ ലൈൻ. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു അപ്പിയറൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ വൈറ്റ്. നേരെ അപ്പിയറൻസ് കളർ നമുക്ക് ഈ ഒരു കളർ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ അഗൈൻ സെലക്ട് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച് സെൻറ്റർ പോയിന്റ് സർക്കിൾ. സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ഒരു സർക്കിൾ. സ്മാർട്ട് ഡയമെൻഷൻ ഡയമീറ്റർ വന്നിട്ട് 70.20 mm. ഓക്കെ, നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട്, റിവേഴ്സ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് അപ് ടു നെക്സ്റ്റ്. ഓക്കെ, നമുക്കിനി ബാക്ക് സൈഡ് ഈ ഗ്യാപ്പ് ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി സർക്കിൾ. കൺവേർട്ട് എൻറ്റിറ്റി കൊടുത്തിട്ട് എക്സിറ്റ് കൊടുക്കാം. എക്സ്ട്രൂഡ് 10 mm. ഓക്കെ, അഗൈൻ സെയിം ഫേസ് സെലക്ട് ചെയ്യാം. സ്കെച്ച് കൊടുക്കാം. സർക്കിൾ വരയ്ക്കാം. സ്മാർട്ട് ഡയമെൻഷൻ 20 mm. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട് ത്രൂ ആൾ കൊടുക്കാം. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. കൺട്രോൾ അമർത്തിയിട്ട് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഇനി റെഫറൻസ് ജിയോമെട്രിയിൽ പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ക്രോസ് ആയിട്ട് ഒരു ആംഗിളിൽ ഒരു ലൈൻ. ഓക്കെ കൊടുക്കാം. ഈ പ്ലെയിൻ 1 സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് സ്ട്രൈറ്റ് സ്ലോട്ട് സെലക്ട് ചെയ്യാം. സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ സ്ലോട്ടിന്റെ ലെങ്ത് 51 mm. റേഡിയസ് ആർക്കിന്റെ 10.10 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ അപ് ടു നെക്സ്റ്റ്. ഇപ്പോൾ കട്ടാണ്, അതിൻ്റെ പ്രിവ്യൂ കാണുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. നമുക്ക് പ്രീവ്യൂ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്.
നേരെ ഓക്കെ കൊടുക്കാം. കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലെയിൻ നമുക്ക് ഹൈഡ് ചെയ്യാം. ഹൈഡ് 2 കട്ടിങ്ങിൻ്റെ ഈ 2 കട്ടിങ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് കട്ടിങ്, സെക്കൻഡ് കട്ടിങ്, അതെല്ലാം എക്സ്ട്രൂഡ് കട്ട്. ഓക്കെ, ഈ 2 കട്ടിങ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നേരെ പാറ്റേണിൽ പോവാം. ഒരു സർക്കുലർ പാറ്റേൺ. സർക്കുലർ പാറ്റേണിൽ പാത്ത് ആയിട്ട് ഈ സർക്കുലർ പാത്ത് സെലക്ട് ചെയ്യാം. 4 നമ്പേഴ്സ് ഈക്വൽ സ്പേസിങ്. ഓക്കെ, കട്ടിങ് ആയിട്ടുണ്ട്. ഇനി ഫിലേറ്റ് സെലക്ട് ചെയ്യാം. ഫിലേറ്റ് 1 mm നമുക്ക് ഈ കട്ടിങ്ങുള്ള ഭാഗത്തേക്ക് 1 mm 1 2 2 കോർണറിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, എല്ലാവരുടെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സർക്കുലർ ഫേസ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബ്ലൂയിഷ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇത് നമുക്ക് സേവ് ചെയ്യാം. ലെറ്റ്സ് സേ പാർട്ട്